നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഭൂരിഭാഗം പേരുടെയും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് സ്വന്തമായി ഒരു വീട് വയ്ക്കുക എന്നതായിരിക്കും. പാവപ്പെട്ടവർക്ക് വേണ്ടി PMAY ലൈഫ് മിഷൻ തുടങ്ങിയ പദ്ധതികളൊക്കെ ഉണ്ടെങ്കിലും എല്ലാ മാനദണ്ഡങ്ങളും പരിഗണിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മാത്രമാണ് ആനുകൂല്യം ലഭിക്കുക എന്നതിനാൽ പിന്നെയും അനേകം പേർ ബാക്കിയാവുകയാണ് പതിവ്. ഇതൊക്കെ സൗജന്യമായി വീട് ലഭിക്കുന്ന പദ്ധതിയാണെങ്കിൽ വീട് നിർമ്മിക്കുന്നതിനായി ലോൺ എടുക്കുന്നവർക്ക് സബ്സിഡി ലഭിക്കുന്ന പദ്ധതികളുമുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. വിശദ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് കൂടി തരിക. അതിനോടൊപ്പം കമൻറ്റ് സെക്ഷൻ ഇടത്തോട്ട് വലിച്ച് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് താഴെ കാണുന്ന ബെൽ ബട്ടൺ ഓണാക്കി വയ്ക്കുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയാണത്. ഓക്കെ, ഇനി കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ പറയട്ടെ, പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇത് ഞങ്ങൾ കേട്ടതാണല്ലോ എന്ന് പറഞ്ഞ് കേട്ടത് പാതി കേൾക്കാത്തത് പാതി കളഞ്ഞിട്ട് പോകരുത്. കാരണം എന്താണെന്ന് ഇത് മുഴുവൻ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. PMAY പദ്ധതിയെക്കുറിച്ച് പറഞ്ഞല്ലോ. പഞ്ചായത്തിൽ നിന്നോ നഗരസഭകളിൽ നിന്നോ സൗജന്യമായി ലഭിക്കുന്ന പദ്ധതിയെക്കുറിച്ച് മാത്രമേ പലർക്കും അറിവുണ്ടായിരിക്കുകയുള്ളൂ. ഇതേ PMAYയുടെ അണ്ടറിൽ തന്നെ ബാങ്കുകളിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ ലോൺ ലഭിക്കുന്ന ക്രെഡിറ്റ് ലിങ്ക് സബ്സിഡി സ്കീമിനെ കുറിച്ച് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. പക്ഷെ അത് പഞ്ചായത്ത് തലങ്ങളിൽ നടപ്പിലായിട്ടുണ്ടായിരുന്നില്ല. നേരിട്ട് കാണുമ്പോഴും ഫോണിലൂടെയും എല്ലാം ഒരുപാട് പേർ ഈ സ്കീമിനെ കുറിച്ച് ചോദിക്കുക പതിവാണ്. അപ്പോഴെല്ലാം ഇതിലേക്ക് PMAY അർബന്റെ സൈറ്റിലൂടെയാണ് അപേക്ഷിക്കാൻ കഴിയുക. അത് നഗരസഭ കോർപ്പറേഷൻ പരിധിയിൽ മാത്രമേ ആയിട്ടുള്ളൂ എന്നായിരുന്നു മറുപടി നൽകിയിരുന്നെങ്കിൽ ഇപ്പോഴത് എല്ലാവർക്കും ലഭിക്കാനുള്ള ഒരു മാർഗം തെളിഞ്ഞു വന്നിരിക്കുന്നു. ആ മാർഗത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ടാണ് വീഡിയോ ഉപേക്ഷിച്ച് പോകരുത് എന്ന് പറഞ്ഞത്. ആ പുതിയ മാർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അത് കൃത്യമായി മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ PMAYയുടെ കീഴിലുള്ള ക്രെഡിറ്റ് ലിങ്ക് സബ്സിഡി സ്കീം അഥവാ CLSS എന്താണെന്നറിയാം. പുതുതായി വീട് വയ്ക്കുന്നതിനോ പുനർനിർമ്മാണത്തിനോ അല്ലെങ്കിൽ വീട് വാങ്ങുന്നതിനോ വേണ്ടി ലോൺ എടുക്കുന്നവർക്ക് സർക്കാർ സബ്സിഡി കിട്ടുന്ന പദ്ധതിയാണ് CLSS. മാത്രമല്ല, വീടിന് വേണ്ടി നിങ്ങൾ നിലവിൽ ഒരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എടുത്തത് 1/9/2024 ശേഷമാണെങ്കിൽ ആ ലോണിന് സബ്സിഡി ലഭിക്കാൻ വേണ്ടിയും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. സബ്സിഡി എന്ന് പറയുമ്പോൾ സർക്കാർ സബ്സിഡിയായി 25%, ഗുണഭോക്തൃ വിഹിതമായി 75% അങ്ങനെയാണ് കണക്കാക്കുന്നത്. ക്രെഡിറ്റ് ലിങ്ക് സബ്സിഡി സ്കീമിനെ കുറിച്ച് പറയുമ്പോൾ 4 തരം വരുമാന വിഭാഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് EWS അഥവാ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് വെച്ചാൽ 3 ലക്ഷം രൂപയിൽ താഴെ കുടുംബ വാർഷിക വരുമാനമുള്ളവർ. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് LIG അഥവാ ലോ ഇൻകം ഗ്രൂപ്പ്. എന്നാൽ 3,01,000 രൂപ മുതൽ 6 ലക്ഷം രൂപ വരെ കുടുംബ വാർഷിക വരുമാനമുള്ളവർ. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് MIG1 അഥവാ മിഡിൽ ഇൻകം ഗ്രൂപ്പ്. അതായത് 6,01,000 രൂപ മുതൽ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ. നാലാമത്തെ വിഭാഗക്കാർ എന്ന് പറയുന്നത് MIG2. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12,01,000 രൂപ മുതൽ 18 ലക്ഷം രൂപ വരെ കുടുംബ വാർഷിക വരുമാനമുള്ളവർ. EWS LIG വിഭാഗങ്ങൾക്ക് 6 ലക്ഷം രൂപ വരെയുള്ള ലോൺ തുകയ്ക്കാണ് സബ്സിഡി ലഭിക്കുക. 6.5% പലിശ സബ്സിഡിയും ലഭിക്കും. MIG1 വിഭാഗത്തിന് 9 ലക്ഷം രൂപ വരെയുള്ള തുകയ്ക്കാണ് സബ്സിഡി ലഭിക്കുക. അവർക്ക് 4% പലിശ സബ്സിഡി ലഭിക്കും. അതുപോലെ MIG2 വിഭാഗത്തിന് 12 ലക്ഷം രൂപ വരെയുള്ള തുകയ്ക്കാണ് സബ്സിഡി ലഭിക്കുക. 3% പലിശ സബ്സിഡി ലഭിക്കും. അതായത് പലിശ സബ്സിഡിയും ലോൺ സബ്സിഡിയും ചേർത്ത് ആകെ 25% സബ്സിഡിയാണ് ലഭിക്കുക. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ 12 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുള്ള ഒരാൾക്ക് 3 ലക്ഷം രൂപ സബ്സിഡി ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഈ EWS ആയാലും LIG ആയാലും
MIG ആയാലും എല്ലാവരുടെയും പരമാവധി തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത് 20 വർഷമാണ്. വീട് നിർമ്മിക്കാനോ സ്വന്തമായി വീട് വാങ്ങാനോ അല്ലെങ്കിൽ നിലവിലെ വീട് പുതുക്കിപ്പണിയാനോ പുതിയ റൂമുകൾ കൂട്ടിച്ചേർക്കാനോ അടുക്കള, ടോയ്ലറ്റ് മുതലായവ പണിയാനോ ഈ സ്കീം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ എന്ന് പറയുന്നത് ആധാർ കാർഡ്, കുടുംബാംഗങ്ങളുടെ ആധാർ കാർഡുകൾ, ഇൻകം പ്രൂഫ്, ആക്റ്റീവായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ലാൻഡ് ഡോക്യുമെൻ്റ് തുടങ്ങിയവയാണ്. പറഞ്ഞ പരിധിയിൽ നിന്ന് കൂടുതലായി ലോൺ തുക ആവശ്യമെങ്കിൽ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. അധികമായി എടുക്കുന്ന ലോൺ തുകയ്ക്ക് സബ്സിഡി ലഭിക്കുന്നതല്ല. അധികമായി എടുക്കുന്ന തുകയ്ക്ക് സബ്സിഡി ഇല്ലാതെ തന്നെ പലിശ നൽകേണ്ടി വരും. ഈ പദ്ധതിയിലേക്ക് PMAY അർബൻ 2.0യുടെ ഓൺലൈൻ പോർട്ടലിലൂടെയാണ് അപേക്ഷിക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ അർബൻ മേഖലയിൽ അഥവാ നഗരമേഖലയിൽ താമസിക്കുന്നവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. നിങ്ങൾ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പരിധിയിലാണ് താമസിക്കുന്നതെങ്കിൽ PMAY അർബൻ്റെ വെബ്സൈറ്റിലൂടെയോ ആപ്പിലൂടെയോ ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷിക്കുന്ന വിധം വിശദമായി കാണിക്കുന്ന വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. അത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇനി മറ്റൊരു മാർഗത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് പറയാം. ഇതേ പദ്ധതി ഇപ്പോൾ കേരളത്തിലെ ഹൗസിംഗ് ബോർഡ് നടപ്പിലാക്കുന്നുണ്ട്. ഭവന നിർമ്മാണ ബോർഡ് നടപ്പിലാക്കുന്ന ഭവന പദ്ധതികളിൽ പ്രധാനപ്പെട്ടവയാണ് ഗൃഹശ്രീ ഭവന പദ്ധതി, ലോൺ ലിങ്ക്ഡ് സബ്സിഡി സ്കീം തുടങ്ങിയവ. അതിൽ ഗൃഹശ്രീ ഭവന പദ്ധതിയെക്കുറിച്ചുള്ള വീഡിയോ കാണണമെന്നുള്ളവർക്ക് വേണ്ടി എൻഡ് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, കാണാവുന്നതാണ്. കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് നടപ്പിലാക്കുന്ന EWS, LAG, MIG വിഭാഗക്കാർക്കായിട്ടുള്ള ലോൺ ലിങ്ക്ഡ് സബ്സിഡി സ്കീമിലേക്കുള്ള അപേക്ഷ 2025 ജൂലൈ 21 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. നഗരമെന്നോ ഗ്രാമമെന്നോ വേർതിരിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. വീട് നിർമ്മാണത്തിൻ്റെ 25% സർക്കാരും ഗുണഭോക്തൃ വിഹിതം 75%വുമായാണ് കണക്കാക്കുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നും ഭവന വായ്പ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കുറഞ്ഞത് 1.5 സെന്റ് ഭൂമിയെങ്കിലും സ്വന്തമായുള്ള 3 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിൽ നിന്നാണ് അപേക്ഷ സ്വീകരിക്കുക. EWS, LAG, MIG1, MIG2 തുടങ്ങിയ വരുമാന വിഭാഗങ്ങൾക്ക് കിട്ടുന്ന ലോൺ സബ്സിഡിയും പലിശ സബ്സിഡിയും എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ PMAY ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീമിലേതുപോലെ തന്നെ സെയിമാണ്. 25% എന്ന് പറയുമ്പോൾ പരമാവധി 3 ലക്ഷം രൂപ വരെയാണ് സബ്സിഡിയായി ലഭിക്കുക. അതായത് പരമാവധിയാണ് 3 ലക്ഷം എന്ന് വെച്ചാൽ 12 ലക്ഷം ലോൺ എടുക്കുന്നവർക്കാണ് 12 ലക്ഷത്തിൻ്റെ 25%മായ 3 ലക്ഷം രൂപ ലഭിക്കുക. 6 ലക്ഷം രൂപ എടുത്തിട്ടുള്ളവർക്ക് അതിൻ്റെ 25% സബ്സിഡിയാണ് ലഭിക്കുക. വീടിൻ്റെ അനുവദനീയമായ കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത് 100 ചതുരശ്ര മീറ്റർ മുതൽ 160 ചതുരശ്ര മീറ്റർ വരെയാണ്. ഗുണഭോക്താവ് സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിർമ്മാണത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കി നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതാണ്. ഗുണഭോക്താവ് ലൈഫ് പദ്ധതിയുടെ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരോ സർക്കാരിൻ്റെ മറ്റു ഭവന പദ്ധതികളിൽ നിന്ന് സഹായം ലഭിച്ചവരോ ആകരുത്. സബ്സിഡി തുക ലഭിക്കുന്ന ഗുണഭോക്താക്കൾ തുക പൂർണ്ണമായും കൈപ്പറ്റി കഴിഞ്ഞ ശേഷം 15 വർഷം കഴിയുന്നതിനു മുമ്പ് വീട് കൈമാറ്റം ചെയ്യാനോ വിൽക്കാനോ പാടുള്ളതല്ല. ഓൺലൈനിലൂടെ ആഗസ്റ്റ് 22 വരെയാണ് അപേക്ഷ സ്വീകരിക്കുക. ഇതിലേക്ക് ഓൺലൈൻ അപേക്ഷ നൽകുന്നതിനായി ഹൗസിംഗ് ബോർഡിൻ്റെ വെബ്സൈറ്റിൽ കയറി സൈനപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ പാസ്വേഡ് ഉപയോഗിച്ച് വേണം രജിസ്റ്റർ ചെയ്യാൻ. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ പദ്ധതി 2 വിധത്തിലുണ്ട്. PMAYയുടെ വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം. അത് നഗരമേഖലയിലുള്ളവർക്കായതുകൊണ്ട് മറ്റുള്ളവർക്ക് ഹൗസിംഗ് ബോർഡിലൂടെ നടപ്പിലാക്കുന്ന അതേ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. 2ലായാലും ലോൺ സബ്സിഡിയും പലിശ സബ്സിഡിയും ചേർത്ത് 25% സബ്സിഡി ലഭിക്കും. ഓക്കെ, എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചതിനാൽ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ.